നമസ്കാരം. മലയാളിക്ക് ഓണക്കാലം എന്നാൽ നൊസ്റ്റാൾജിയയുടെ കാലമാണ്. ആ നൊസ്റ്റാൾജിയയിൽ മലയാള സിനിമയുമുണ്ട്. കഥാ, തിരക്കഥാ, സംഭാഷണം, സംവിധാനം ബാലചന്ദ്ര മേനോൻ എന്ന വരിയില്ലാതെ ആ നൊസ്റ്റാൾജിയ പൂർണ്ണമാകുകയുമില്ല. ബിഗ് ടിവിയുടെ ഓണപ്പതിപ്പിൽ ബാലചന്ദ്ര മേനോൻ ചേരുന്നു. സ്വാഗതം സർ. നമസ്കാരം. വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ നമ്മൾ തിരുവോണത്തിന്റെ ചാറ്റാണെങ്കിലും ഉത്രാട രാത്രിയിൽ ഇരുന്ന് പറയുകയാണ്. ഉത്രാട രാത്രി എന്ന് പറയുന്നത് ബാലചന്ദ്ര മേനോന്റെ ആദ്യ സിനിമയാണ്. അപ്പം ഞാൻ ഈ ഓണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, ഏതോ ഒരു അഭിമുഖത്തിൽ കേട്ടിട്ടുണ്ട്, ഒരു സിനിമയിലും ഓണം ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല, ഓണത്തിൻ്റെ ഒരു രംഗം പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഉത്രാടരാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ തുടങ്ങിയിട്ട് പോലും ഓണം പരിപൂർണമായിട്ടും ഒഴിവാക്കി. മനഃപൂർവ്വമാണോ അതോ അങ്ങനെ സംഭവിച്ചോ? അല്ലാതെ വളരെ നല്ല നിരീക്ഷണമാണ്. എൻ്റെ ഒരു സിനിമയിലും പ്രത്യേകിച്ച് ഓണത്തിൻ്റെ സ്ട്രെസ് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഓണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വിഭാഗം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. ആ സെക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ആസ് എ ചൈൽഡ് ഐ ഷുഡ് സ്റ്റാർട്ട്. ഒരു കുട്ടിയായ എന്നെ പ്രകൃതിയായിട്ട് അടുപ്പിച്ച ആദ്യ ഓണമാണ്. ഞാനൊരു തറവാട്ടിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഓണം വരുമ്പോൾ നമ്മൾ ആ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ പൂക്കളം ഇടുക, അതിനുവേണ്ടി പൂ പറിക്കാൻ നടക്കുക. അതൊരു എക്സ്പെഡിഷൻ ടീമാണ് പോകുന്നത്. എവിടെയൊക്കെ നല്ല പൂ കിട്ടും അന്വേഷിച്ച് പ്രകൃതിയായിട്ട് നമ്മൾ ഇണങ്ങുന്ന ഒരു പ്രധാന ഒരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞു അത്തപ്പൂക്കളിട്ട്, അത്തപ്പൂക്കളത്തിലും പിന്നെ ചെറിയ രീതിയിലുള്ള എന്താ പറയുക, നമ്മളെ പുരുഷനാക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഞങ്ങളുടെ നാട്ടിലാണ് ഓരോ സ്ഥലത്തും ഓണത്തിന് ഓരോ ആചാരമാണ്, എനിക്കറിയത്തില്ല. ഇവിടെ ഞങ്ങൾ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഞങ്ങൾ അട ഒളിച്ചു വയ്ക്കും. അട മീൻസ് മണ്ണടയും ഉണ്ടാവും, ഒറിജിനൽ അടയും കാണും. അപ്പം നമ്മുടെ വീട്ടിലെ ആൾക്കാർ പ്രത്യേകിച്ച് ഒരു കൗമാരപ്രായക്കാരായ പിള്ളേരെല്ലാം ചുറ്റും കൂടി നിൽക്കുമ്പോൾ നമുക്ക് അമ്പും ബില്ലും തരിക. അപ്പം നമ്മൾ ഹീറോ ആയി. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞാൽ മണ്ണട കിട്ടിയാൽ മണ്ടനായി. അപ്പോൾ നമ്മുടെ ശ്രമം എങ്ങനെയെങ്കിലും ആ റിയൽ അട കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അക്കാര്യത്തിൽ ഭാഗ്യമായിരുന്നു. ദൈവം അനുഭവമായിട്ട് ഈ കറക്റ്റായിട്ട് സൂക്ഷ്മമായിട്ട് എനിക്ക് അത് പലർക്കും അസുഖം ഉണ്ടായിരുന്നു. അന്നേ ഉണ്ട് ഈ സംഭവം. ഇവന് മാത്രം കിട്ടുന്നല്ലോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും. അപ്പോൾ പ്രകൃതിയായിട്ടുള്ളൊരു അടുപ്പം നമുക്ക് വന്നു. പിന്നെ അതിൻ്റെ ഒരു വേറൊരു സംഭവം, എന്നെ സംബന്ധിച്ച് എൻ്റെ തറവാട്ടിലാണ് ഓണത്തിന് മാത്രമാണ് ഞങ്ങൾ കൂടുക. ഞങ്ങളെല്ലാവരും പലയിടത്ത് താമസിക്കുന്ന ആൾക്കാരെ, കുടുംബക്കാർ. അന്ന് ഓണത്തിന് ഈ ഒരു കൂടാരത്തിന് താഴെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ഒരു ദിക്കിൽ ഞാൻ ആ വീട്ടിൽ തറവാട്ടിൽ ചെല്ലുമ്പോൾ വളരെ വൈകിയാണ് വന്നത്. അപ്പോൾ അന്ന് നേരത്തെ വന്ന അമ്മാവൻ എല്ലാവർക്കും ഓണസമ്മാനം കൊടുത്തു. അപ്പോൾ അതെനിക്ക് ആ 7-8 വയസ്സേ ഉള്ളൂ. എന്നെ മനഃപൂർവ്വമല്ല, എന്നെ ഉദ്ദേശിച്ചില്ല അദ്ദേഹം. അപ്പോൾ എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടാത്തതിൻ്റെ പേര് ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്താണ് നിരാശ എന്നുള്ള സാധനം ഞാൻ മനസ്സിലാക്കി. എന്നെ ഒരുപാട് പേര് പാമ്പർ ചെയ്തു, വിഷമിക്കേണ്ട മോനെ, നിനക്ക് ഇതിനേക്കാൾ അടുത്ത ഓണം എന്നൊക്കെ പറഞ്ഞ് ഓർമ്മ ഞാൻ എന്തെങ്കിലും എന്നെ ഇങ്ങനെ അവഗണിച്ചല്ലോ. ഈ അവഗണന പിന്നീട് പലപ്പോഴും ജീവിതത്തിൽ എനിക്ക് പലയിടത്തും ഉണ്ടായപ്പോഴും ഈ ആദ്യത്തെ അവഗണന എനിക്ക് ഇപ്പോൾ സമ്മാനിച്ചത് ഓണമാണ്. അതായത് എല്ലാം കൂടെ കലർന്നതാണ് ഓണം എന്ന് പറയുന്നത്. ഞാനത് സിനിമയിലേക്കൊന്ന് വലിച്ചിട്ടാ, ഇപ്പം സിനിമയിൽ ഓണം ഒഴിവാക്കി എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ കോടമ്പാക്കത്ത് ഓണം ഉണ്ടായിരുന്നു. ആ ഓണം ഓർമ്മയുണ്ടാവും അല്ലേ? അതിലൊരു പക്ഷേ മലയാള സിനിമയിലെ പലരുടെയും. ഞാൻ കോടമ്പാക്കത്ത്, എൻ്റെ ജീവിതം കോടമ്പാക്കത്ത് കഷ്ടിച്ച് 1.5 വർഷമേ ഉള്ളൂ. അതൊരു പത്രപ്രവർത്തനമായിട്ടാണ്. അപ്പം ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മുറിയിൽ പിന്നെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ച് സ്വന്തം പാചകമൊക്കെ ചെയ്ത്, കാരണം അതിനുള്ള വരുമാനം തരുന്നുള്ളവർ, എനിക്ക് ആരെ ആശ്രയിക്കുന്ന ഇഷ്ടമല്ല, കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ എനിക്ക് ഓണത്തിൻ്റെ ഒരു ഓർമ്മയുള്ള, നാട്ടിലെ ഓണത്തിൻ്റെ ഗൃഹാതുരത്വം ഒന്നുമില്ലാതെ അവിടെ ഒന്നും ഞാൻ ഓണം ആഘോഷിച്ചിട്ടൊന്നുമില്ല. ഈ കോടമ്പാക്കം എന്ന് പറയുമ്പോഴും നാനയിലെ പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ കേട്ടിരിക്കുന്ന ഒരു കഥയിൽ രജനീകാന്ത് വന്ന് എന്നെക്കുറിച്ചൊരു വാർത്ത കൊടുക്കണം, അങ്ങനെയെങ്കിലും ഞാനൊന്ന് സിനിമയിൽ കയറിപ്പോട്ടെ എന്ന് പറയും. പിന്നെ അപൂർവരാഗങ്ങൾ കണ്ടു, അങ്ങനെ ഒരു വല്ലാത്തൊരു അല്ലേ പത്രപ്രവർത്തകർക്ക് ആണെങ്കിലും പ്രതീക്ഷിച്ചല്ലേ. ഇപ്പം ഞാൻ പത്രപ്രവർത്തകനായ ഞാൻ എല്ലാ ഞായറാഴ്ചയിലും ഈ വുഡ്ലാൻഡ്സ് ഡ്രൈവിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കാരണം അവിടെ സിനിമാക്കാരൊക്കെ വരും. അങ്ങനെ ഞാൻ പോയിരിക്കുന്ന സമയത്ത് അവിടെ ഞാൻ ഇരിക്കുന്ന ആ സെക്ഷനിൽ ഈ എന്താ പറയുക, സെർവ് ചെയ്യുന്ന ബോയ്സ് ഉണ്ടല്ലോ, ഈ കാക്കി നിക്സും ഷർട്ടുമൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുക, ഇലയൊക്കെ എടുത്ത്, അതിൻ്റെ ഒരു കൂട്ടം വേറൊരു ടേബിളിൽ കാണുന്നത് ഞാൻ. അപ്പോൾ ശ്രദ്ധിച്ച് എന്താ ഇത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, സാർ അതൊരു നടികരാണെന്ന് പറഞ്ഞു. ആരത്? അത് നമുക്കറിയത്തില്ല. അങ്ങനെ ചില മാജിക്കുകളൊക്കെ കാണിക്കും എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് ഇയാൾ അവിടെ നിന്ന് ഒരു സേർട്ട് എടുത്ത് വായിൽ പിടിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പിള്ളേർ. ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു പത്രക്കാരനാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്ന് ഇത് വലിയ കഥയാണ്, പെട്ടെന്ന് ഞാൻ ചുരുക്കി വന്നു വെച്ച്, சார் நீங்கள் கேள்விப்பட்ட நீங்கள் அந்த பத்திரிகையில் ஞாபகம் சரி சார் வந்து என் பேர் வந்து சிவாஜி ராவு, என்னுடைய ഒരു ഫോട്ടോ കൊടുക്കാൻ முடியுமா உங்களுக்கு உங்கள் പത്രികയിൽ? പിന്നെന്താ, ഞാൻ സ്വപ്പം ഗമേ തന്നെ പറഞ്ഞു. ഇയാൾ പിറ്റേ അടുത്ത തവണ കണ്ടപ്പോൾ എനിക്ക് ഫോട്ടോ കൊണ്ട് തന്നു. ഞാൻ ഈ ഫോട്ടോ ഓഫീസിൽ അയച്ചു കൊടുത്തു. ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ദേ വിൽ ഡു ഇറ്റ്, ബിക്കോസ് ജസ്റ്റ് ഇൻട്രോ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് എൻ്റെ സഹപ്രവർത്തകൻ കോന്നിയൂർ ഭാസ് മരിച്ചുപോയി. അദ്ദേഹം അന്ന് ആ ഓഫീസിൽ പിന്നീട് പ്രൂഫ് റീഡറായിട്ട് വർക്ക് ചെയ്യുക. താമസിച്ചപ്പോൾ എന്താ ഭാഷ ഞാൻ തന്നേച്ച ഫോട്ടോ, ആ ഫോട്ടോ വരത്തില്ല, ഇവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയുള്ള ഫോട്ടോ ഒന്നും എടുത്ത് വേസ്റ്റ് ചെയ്യരുത് പേജ്. അപ്പോൾ പിന്നെ യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഗുഡ് ഫേസസ് എന്ന് പറഞ്ഞിട്ട് നിരാകരിച്ചതാണ്.
പിന്നെ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ഒളിച്ചു നടന്നു, കാരണം എനിക്ക് നാണക്കേട് വന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീവിദ്യ പറഞ്ഞിട്ട് അവരുടെ ഈ പറഞ്ഞ സിനിമയ്ക്കകത്ത് കവർ ചെയ്യാനായിട്ട് സത്യ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കമലഹാസനാണ്. കമലഹാസൻ ഗംഭീരമായിട്ട് അങ്ങനെ സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സിൻ്റെ ഡിലേറ്റ് ആയിട്ട് നിൽക്കുക. ഈ ലൈറ്റുമായിട്ട് മുഖത്ത് നിറമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് എന്താ പറയുക, സ്വർണ്ണ നിറമാണ് അപ്പോൾ ആ സമയത്ത്. ഈ വാസ് വെരി യങ് ആൾസോ. അപ്പം അങ്ങനെ കണ്ടിട്ട് ഞാൻ നേരെ അകത്തേക്ക് പോയി. അകത്തേക്ക് പോയപ്പോഴാണ് സ്വിമ്മിംഗ് പൂളിനടുത്തൊരു ശബ്ദം, സാർ എന്ന് വിളിച്ചു. ഞാൻ എന്താ തുണി നോക്കി, എനിക്കിപ്പോൾ താടിയൊക്കെ വെച്ച് ഒരാൾ കറുത്തിട്ട്, പുരിയില്ലേ സാർ உங்களுக்கு சார்? நான் தான் அன்றைக்கி அந்த டிரைவில் பார்த்துட்டு இந்த ஃபோட்டோ அப்போ எனக்கு சம்மலை. ഞാൻ പറഞ്ഞു അത് என்ன மிஸ்டர் சுபஜராவோ என்ன விட்டுருக்கு சார், விட்டுருக்கு சார், അതിന് പ്രോബ്ലമേ கிடையாது. ഇതാണ് ഇവിടെ രീതി. ഇത് തമിഴിലെ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആയ സമയത്ത് എപ്പോഴെങ്കിലും ഇത് പുള്ളിയെ കണ്ടപ്പോൾ ഇത് പറഞ്ഞു? അതാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ നേരെ അകത്തേക്ക് പോയി ശ്രീവിദ്യയെ കണ്ട് അവരുമായിട്ടുള്ള ജോലി തീർത്തു. ശ്രീവിദ്യനെ ഡ്രോപ്പ് ചെയ്യുന്ന കാരണത്ത് കയറിപ്പോൾ ഞാൻ പത്രക്കാരൻ്റെ സ്വഭാവം കാണിച്ചു. ഞാൻ ഈ പത്രക്കാർ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, കമലഹാസൻ്റെ ചുറ്റും ഇത്രയും ഫോട്ടോ, അത് പുതുതായിട്ട് അഭിനയിക്കാൻ വന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, അയാൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ദെൻ ഷീ സെഡ് ബാലുജി, ഷീ യൂസ് ടു കോൾ മീ ബാലുജി. അതെല്ലാം ശരിയാണ്, ഞാനിപ്പോൾ അദ്ദേഹത്തോട്ട് അഭിനയിച്ച് കഴിഞ്ഞ ആളാണ്. മാർക്ക് മൈ വേർഡ്സ്, ഹി ഈസ് ഗോയിങ് ടു ബി എ സൂപ്പർ സ്റ്റാർ ടുമോറോ. സൂപ്പർ സ്റ്റാർ ആ ശേഷം രജനീകാന്തിനെ പിന്നെ എപ്പോഴെങ്കിലും? ഇല്ല, ഇത് എന്നോട് മാതൃഭൂമിയിലെ ഒരു സുഹൃത്ത് ഈ കഥ പറഞ്ഞപ്പം ഇതൊന്ന് എഴുതാമെന്ന് ചോദിച്ചു. അപ്പോൾ എഴുതാം, അതിന് പ്രോപ്പറായിട്ട് നിങ്ങളൊരു പ്രാധാന്യം കൊടുത്ത് പബ്ലിഷ് ചെയ്താൽ. ഇല്ല, ഞങ്ങൾ വാരാന്ത്യ പതിപ്പിൽ ആ സ്റ്റോറി കാരി ഫോർവേഡ് വാരാന്ത്യ. പിന്നെ രജനീകാന്തിനോട് പറയാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കഥ തീർന്നില്ല. വാരാന്ത്യ പതിപ്പിൽ ഇത് കൊടുത്തിട്ട് അത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് എനിക്ക് ഒരു പ്രത്യേക സമയത്ത് ഞാൻ ഐ വാസ് ഫീലിംഗ് സിക്ക് ആൻഡ് ഐ വെന്റ് ഹൈദരാബാദ്. അവിടെ പോയപ്പോൾ ഞാൻ ഫോൺ നമ്പറെല്ലാം കട്ട് ചെയ്തു, ആരും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അവിടെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു എനിക്ക്. ഞാൻ ചോദിച്ചു, സാറേ ഹൂ സ്പീക്കിംഗ്? അയാളെങ്ങനെ കണ്ടു? സാർ രജനീകാന്ത് പേഴ്സണേ. അപ്പോൾ ഞാൻ കരുതിയ പോലെ മിമിക്രി ആർട്ടിസ്റ്റ് എന്നെ പറ്റിക്കാണെന്ന് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഐ ഡിൻ കൺഫേം നോ സാർ, ഞാൻ കേരളയിലെ എന്താ മാതൃഭൂമി പത്രികയിൽ എന്നെ പറ്റി ഒരു സ്റ്റോറി നിങ്ങൾ അത് കറക്റ്റാണത് സാർ, അത് എന്നോട് அந்த பாஸ்ட் உங்களுக்கு மட்டும்தான் தெரியும், வேறு யாருக்குமே தெரியாது. ஸோ ஐ வாண்ட் டு மீட் யூ. நான் ஐ எம் நவ் இன் ഹൈദരാബാദ്, ഐ വിൽ ബി കമ്മിങ് ബാക്ക് ടു കേരള, ദെൻ ഐ കം ടു മദ്രാസ് ആൻഡ് വിൽ മീറ്റ് എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ സൂക്ഷ്മ അങ്ങേർക്ക് സുഖമില്ലാതെ സിംഗപ്പൂരിൽ സർജറിക്ക് അങ്ങേര് പോയി. ആ മീറ്റിംഗ് നടന്നില്ല. എപ്പോൾ വേണം നടക്കാം, അതുണ്ടാവും. ഓക്കെ, വേഗം ഉണ്ടാവട്ടെ. നമ്മൾ ഉത്രാടരാത്രി പറഞ്ഞു. ഉത്രാടരാത്രി പറയുമ്പോൾ അതാദ്യ സിനിമ, ഈ പ്രേം നസീറും ഭാസിയും ഒന്നും ഇല്ലാത്ത ഒരു സിനിമയൊന്നും അന്ന് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സമയത്ത് കുറേ പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു സിനിമ നടത്തുക ഒരു വല്ലാത്ത റിസ്ക് മാത്രമല്ല, അതിനൊരു ധൈര്യം എവിടെ നിന്ന് കിട്ടിയ ഒരു സമയത്ത്. പക്ഷേ അത് ചെറിയ അതൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ആരും ഇല്ലാത്ത പടമായിരുന്നു. എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് ശശിയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് മധുസാറ്, ശങ്കരാടി ചേട്ടൻ, കുതിരോട്ടം പപ്പു, ആറന്മുള പൊന്നമ്മ, കവിയൂർ പൊന്നമ്മ, കുതിരോട്ടം പപ്പു എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബഞ്ച് ഓഫ് പുതുമുഖങ്ങളുണ്ട് അന്നങ്ങനെ ഉണ്ട്. അല്ല, പക്ഷേ ഇപ്പോൾ ഈ മെയിൻ റോളിലൊക്കെ ഞാൻ പ്രധാനപ്പെട്ട റോളിലൊക്കെ ഞാൻ ആർട്ടിസ്റ്റ് ഇട്ടു എന്ന് ഞാൻ പറയുകയാണ്. അവരൊന്നും ഇല്ല പടം പുറത്തിറങ്ങത്തില്ല അന്ന്. ഈ എപ്പോഴും ആൾക്കാർ പറയും ഹോളിവുഡിൽ വൂഡി അലൻ പോലെയാണ് ബാലചന്ദ്ര മേനോൻ, എല്ലാം ചെയ്തു. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് തലയിൽ വെക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ലായിരുന്നു അന്ന് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ തോന്നിയാൽ പിന്നെ ചെയ്യില്ല. ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊരു തോന്നലുകൊണ്ട് തന്നെ ഇത്രയും കാലം ഞാനിപ്പോൾ അങ്ങനെ തുടങ്ങിയാൽ ഞാനിപ്പോൾ 50 വർഷം സിനിമ കംപ്ലീറ്റ് ചെയ്തില്ലേ. ഒരു ഗ്രൂപ്പിലും പെടാതെ, ആരും എന്നെ സ്പോൺസർ ചെയ്യാനില്ല. ഞാൻ നിങ്ങളുടെ അതിശയമായിട്ട് അറിയാം, തുടക്കം മുതൽ ഇപ്പോൾ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ വരെയുള്ള എല്ലാ സിനിമകളും പ്രൊഡ്യൂസേഴ്സ് താല്പര്യപൂർവ്വം വന്നപ്പോഴും ചെയ്തത്. അല്ലാതെ ഞാനൊരു പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അലയേണ്ട ദൈവം. ഞാൻ എപ്പോഴും പറയും, എല്ലാ വേദിയിലും പറയും, ഇവിടെയും പറയുകയാണ്, ഞാൻ ഭഗവാനോട് ആവശ്യപ്പെട്ടത് ഒരു പൂവാണ്, അദ്ദേഹം തന്നത് ഒരു പൂന്തോട്ടമാണ്. ഈ എപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കൊരു ഗോഡ് ഫാദർ ഉണ്ടായിട്ടില്ല, എനിക്ക് ഗോഡ് ഫാദർ ഉണ്ടായിട്ടില്ല എന്നെല്ലാ സമയത്തും. ഗോഡ് ഫാദർ ഉണ്ടായിട്ടില്ല മാത്രമല്ല, ഒരുപാട് പാരകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ. അല്ല, ഇതിനകത്ത് മറ്റു പലരും വളർന്നു വന്നത് അങ്ങനെ ചില ഗോഡ് ഫാദറുകൾ വഴിയാണ് എന്നുള്ളൊരു പരോക്ഷമായിട്ടുള്ള ഒരു കുത്തോ വിമർശനമൊക്കെ അതിനകത്തുണ്ടോ? അങ്ങനെ സംസാരിക്കുന്ന ശൈലി എനിക്കില്ല, ഞാൻ അങ്ങനെ പറയാറില്ല. ദാറ്റ് ഈസ് ഹിസ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. എൻ്റെ രീതി ഇതാണെന്ന് കരുതി ഞാൻ പോകുന്ന ആളാണ്. ഗോഡ് ഫാദർ ഉണ്ടായിട്ടില്ലാത്ത ഒരാളാണ് ബാലചന്ദ്ര മേനോൻ. പക്ഷേ താങ്കൾ ഒരുപാട് പേരുടെ ഗോഡ് ഫാദറാണ്. അത് ഒരു നായികമാരുടെ ഗോഡ് ഫാദർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന മലയാളത്തിലെ ഏക സംവിധായകൻ. അതൊരു വലിയ ലിസ്റ്റ്. ആ അവസരം ദൈവം തന്നു. അത് ഞാൻ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ അങ്ങനെ ഇപ്പം നായികമാരെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന എല്ലാ നായികമാരും എസ്റ്റാബ്ലിഷ്ഡായി, അവർ വിവാഹം കഴിച്ചു, അവരെല്ലാവരും നല്ല കുടുംബജീവിതം നല്ല കുടുംബജീവിതം നയിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിലിപ്പം ശോഭനയാണെങ്കിൽ, ആനിയാണെങ്കിൽ, പാർവതിയാണെങ്കിൽ, കാർത്തികയാണെങ്കിൽ, അത് നന്ദിനിയാണെങ്കിൽ അതങ്ങനെ നീണ്ടു കിടക്കുന്നു. അതായത് വളരെ സാധാരണക്കാരികളായ എന്നുള്ള മുഖങ്ങളിൽ നിന്ന് ഇവരൊരു വലിയ ടാലൻറ്റിലേക്ക് എത്തും എന്ന് പറയുന്ന അങ്ങനെ ഒരു സിക്സ്ത് സെൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് പിക്കുന്നത്? ഇതിന് വല്ല കാസ്റ്റിംഗ് കോളും അങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഒരുപാട് പേര് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്.
ഈ നായികമാരും ഞാനും തമ്മിലുള്ള ഒരു സീക്വൻസ് അവർക്ക് വേണം. അവരെ കണ്ടുമുട്ടിയത്, അവരിലൂടെ ഉണ്ടായ എൻ്റെ എക്സ്പീരിയൻസ്, അതായത് ഐ ആം റിമെമ്പറിങ് മൈ ഹീറോയിൻസ് ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു നടി, ശോഭന, അനി അല്ലെങ്കിൽ കാർത്തിക്, ഒരാളെങ്കിലും കണ്ടതെന്ന് പറയണം. എങ്ങനെ അതൊരു അരമണിക്കൂർ കഴിയും. അതല്ല, ഒരു കുഞ്ഞായിട്ട് ഒരു ജസ്റ്റ് ഫ്രാക്ഷൻസ് ആരെങ്കിലും ഒരാളെ ഞാൻ വേണേൽ ആനിയുടെ വേണേൽ പറയാം. ഒന്നുമല്ല, എന്നെ ഒരാൾ കാണാൻ ഒരു ചാനൽ കാണാൻ വന്നിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. ഞാൻ പൊതുവേ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞാൻ വളരെ കുറച്ച് ഇൻ്റർവ്യൂ ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞു ഈ സ്ഥിരമുള്ള ഇൻ്റർവ്യൂവും ചോദ്യങ്ങളും ഐ ആം സിക്ക് ഓഫ് ഇറ്റ്. നമ്മുടെ കാര്യം ചെയ്യും. പിന്നീട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരു സ്കൂൾ ഗോയിങ് ഗേൾ ആവട്ടെ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അങ്ങനെയാണല്ലേ, ശരി, അത് ഞങ്ങൾ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്കൂൾ ഗോയിങ് ഗേൾ ഉണ്ടെന്ന് പറഞ്ഞു. അവരെന്നെ കാണാൻ വരുന്നു. ഞാൻ കണ്ടപ്പോൾ നമ്മുടെ സ്കൂൾ യൂണിഫോമിലാണ് കുട്ടി വന്നിരിക്കുന്നത്, ആനി. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ആനയുടെ മൂക്കിന് താഴെയുള്ള മീശയാണ്. അത് ശ്രദ്ധിക്കാൻ കാരണം തൊട്ട് തലേ ദിവസം ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കഥ വായിച്ചേർന്ന് ഉറങ്ങത്തുള്ളൂ ഏതെങ്കിലും. അന്നത്തെ ഒരു പബ്ലിക്കേഷനിൽ ഒരു സ്റ്റോറി ഉണ്ടായി, നടന്ന സംഭവം. അതിലൊരു പെൺകുട്ടി 3 ആണുങ്ങളുടെ കൂടെ 3 മാസം അത് പെണ്ണാണെന്ന് അറിയാതെ ആണുവേഷത്തിൽ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ത്രില്ല് തോന്നി. അതും ഈ മീശയും കൂടെ നോക്കിയപ്പം എനിക്ക് നല്ല ധൈര്യമായി. ഇത് ഒരു മനുഷ്യൻ പറയത്തില്ല, ആണാക്കിയാൽ പിന്നെ ഇത് പെണ്ണാണെന്ന് പറയത്തില്ല. അങ്ങനെയാണ് ആനി നായിക. മുടി മുറിപ്പിച്ച് അതൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആനി വന്നത്. ഇങ്ങനെ ഓരോ കഥയും ഓരോരുത്തർക്കും ഉണ്ട്. മണിയമ്പിള്ള രാജുവും ഇപ്പം നായികമാരുടെ ഗോഡ്ഫാദർ പറഞ്ഞാൽ മണിയമ്പിള്ള രാജുവും, പക്ഷേ അതിനകത്തുണ്ട് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള രാജുവിൻ്റെ കാര്യത്തിൽ വ്യത്യാസം. മണിയമ്പിള്ള രാജുവിൻ്റെ തുടക്കം ശ്രീകുമാരൻ തമ്പിയിലാണ്. പക്ഷേ ശ്രീകുമാരൻ തമ്പി എടുത്ത ഈ വേഷം താടിയില്ല 100. ആ പേര് ഇപ്പോഴും കൊണ്ടു നടക്കുക. അല്ലെന്തേ പറ്റും, അതിലെ പേര് വിഴുങ്ങുന്ന കഥ. അതിൽ മണിയമ്പിള്ള രാജു അഭിമാനപൂർവ്വം പറയുന്നത് ശിവാജി ഗണേശൻ്റെ പേര് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ മണിയമ്പിള്ള ചെയ്തുകൊണ്ട് മണിയമ്പിള്ള ആയെന്ന് പുള്ളി ആഹ്ലാദിക്കുന്നു. ആഹ്ലാദത്തിന് സന്തോഷമുണ്ടെങ്കിൽ ഈ നായികമാരെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, പിന്നെ കഴിവത് റിപ്പീറ്റ് ചെയ്തില്ല. എനിക്ക് 1-2 ആണെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാണ് അവർ ഈ പുതുമുഖങ്ങൾ മതി? ഇതെല്ലാം എൻ്റെ മധ്യനായിട്ടുള്ള മാറ്ററാണ്, ഞാൻ പറയത്തില്ല. എനിക്കത് ആലോചിച്ചേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ചോദ്യമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആകട്ടോ, അതിനൊക്കെ എനിക്ക് മതിയായ ഉത്തരങ്ങളുണ്ട്. പക്ഷെ അത് പ്രേക്ഷകർക്ക് അവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ ആ പ്രോഗ്രാം ഒന്ന് മനസ്സിൽ കണ്ടോട്ടെ. അത് തന്നെയുള്ള പ്രോഗ്രാമിൽ പറയാൻ. പിന്നെ ഒരു കാര്യം ചോദിക്കാം, ബാലചന്ദ്രൻ മേനോൻ പറയുമ്പം ഇപ്പം പല പഴയ സിനിമകളും കാണുമ്പോഴേ ഇത് കാലത്തിന് മുമ്പേ നടന്ന പടങ്ങളാണെന്ന് പലതും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം, രാധ എന്ന പെൺകുട്ടി, അതിനകത്ത് ഈ ഹോം സ്റ്റേ പോലത്തെ ഒരു പരിപാടി, ഇപ്പോൾ അതൊക്കെ ഏത് കാലത്താണ് അതൊക്കെ വരുന്നത്? അപ്പം അന്നത്തെ ഒരു ന്യൂജനായിരുന്നു ബാലചന്ദ്രൻ മേനോൻ എന്നാണോ? അങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കുക എന്നുള്ളതല്ല, ഞാൻ അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കഥ ആരാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ മാത്രമേ ഉള്ളൂ. പ്രേം നസീർ പ്രശ്നം കുരുത്തി വന്നത് ഒരു സ്വിമ്മിങ് കോച്ചായിട്ട് മമ്മൂട്ടി അവിടെ വന്നിട്ടുണ്ടോ ശേഷം കാഴ്ചയിൽ? അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും ഒരു വ്യത്യസ്തതയുള്ള സംഗതി നോക്കിയപ്പോൾ ഇന്ന് ഞാൻ യാദൃശ്യമായിട്ട് ഇരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് അയാളുടെ ജീവിത കഥ പറഞ്ഞപ്പം ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ പുള്ളിയുടെ നമ്പർ വെച്ചിരിക്കുക. ഞാൻ ഐ ഹാവ് ടു സിറ്റ് വിത്ത് ബിക്കോസ് അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഒന്ന് കേൾക്കണം. എനിക്ക് വെരി വെരി ഇൻട്രസ്റ്റിംഗ് തോന്നി. എനിക്ക് ഇങ്ങനെ ഞാൻ ബുക്ക് വായിച്ചല്ല കഥ ഉണ്ടാക്കുന്നത്. ഞാൻ പണ്ടേ പറയും വായന എനിക്ക് കുറവാണ്, വാനോട്ടമാണ് കൂടുതലെന്ന്. അങ്ങനെയാണ് സമാഹരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോഴും ഞാൻ ചെറിയൊരു വിമർശനം പറയാം. കുടുംബ ചിത്രങ്ങൾ വിട്ട് മാറിയിട്ടേ ഇല്ല. എങ്ങനെയാണെങ്കിലും അതിപ്പം എനിക്ക് തോന്നുന്നു വലിയ ആഗോള പ്രശ്നം പറഞ്ഞാലും അതൊരു കുടുംബ പശ്ചാത്തലത്തിലായിരിക്കും. ബാലചന്ദ്രൻ മേനോൻ പറയാതെ അങ്ങനെ ഒരു തമാശയ്ക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ജോണർ, അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ജോണർ നമുക്കില്ല. ആ ജോണറിൽ തന്നെ ഒരാൾ ചെയ്യുമ്പോൾ അതുമാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊരു പരിമിതിയാണ് എന്നുള്ളൊരു ഒരു തോന്നൽ. ഇല്ല, അതിനൊറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളൂ. ഞാൻ നാളെ ഒരു പക്ഷേ ഒരു ആക്ഷൻ ഫിലിം എടുത്തൊരു ജെയിംസ് ബോണ്ട് ടൈപ്പ് സിനിമ എടുക്കാൻ പാടില്ലാന്നൊന്നുമില്ല കേട്ടോ. എടുത്താൽ എൻ്റെ ജെയിംസ് ബോണ്ടിൻ്റെ ഓരോ ഇടിയുടെയും പതിയിൽ സെൻറ്റിമെൻറ്റ്സ് കാണും. അത്രേ ഉള്ളൂ. ജെയിംസ് ബോണ്ടിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അതിൽ കഥാപാത്രം. അവൻ ഇടിക്കുന്നെങ്കിൽ വെറുതെ ഇടിക്കത്തില്ല, ഈ തറ കൈയടിക്കാനല്ല ഇടിക്കുന്നതിന് മതിയായ കാരണം കാണും. അതിന് ഫാമിലി സപ്പോർട്ട് കാണും. അത്രയും എടുത്താൽ മതി. സംവിധായകൻ എന്ന ബാലചന്ദ്രൻ മേനോനെ കുറിച്ച് പറയുമ്പോൾ നായകനായിട്ടുള്ള ബാലചന്ദ്രൻ മേനോൻ അതൊരു വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. പ്രേമഗീതങ്ങളിൽ അതിന് പലതരം കഥകളൊക്കെയാണ്. അതായത് പ്രൊഡ്യൂസർ നായകനായിട്ട് വരണമെന്ന് പറഞ്ഞു, അങ്ങനെ ശങ്കർ വരേണ്ടതായിരുന്നു. അതൊക്കെ ശരിയാണ്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു വെച്ചാൽ അത്ഭുതം. എനിക്ക് അണിയറിയ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അത് ഒരു എന്താ പറയണ്ടേ, ഒരു സിനിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടനായതാണ്. അങ്ങനെ പറഞ്ഞ് നിർത്തുന്നത് നല്ലത്. അത് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുക. ആ സിനിമ അല്ലെങ്കിൽ തകർന്നു പോയി. ഉള്ളിൽ നായകനാകുക എന്ന് മനസ്സിലേ ഉണ്ടായിരുന്നില്ല. നായകൻ്റെ സെൻട്രൽ കഥാപാത്രം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ആ പടം അവിടെ കിടക്കും എന്നെനിക്ക് അങ്ങനെ പൂർണ്ണ ബോധ്യം വന്നാൽ പിന്നെ എനിക്ക് യാതൊരു സംശയമില്ല, ഞാൻ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പെണ്ണില്ലാതെ പെങ്ങളെ കെട്ടിയ അവസ്ഥയാണ്. പിന്നെ അത് സ്ഥിരമായി. അത് കൊള്ളാവുന്ന ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നിന്നു, അത്രേ ഉള്ളൂ.
ഈ ചില സിനിമകളെ കുറിച്ച് എടുത്ത് പറയുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള ഇപ്പം പ്രേം നസീറും ലക്ഷ്മിയും ഒക്കെ ചെയ്ത കാര്യനിസാരത്തിനകത്തൊക്കെ വരുന്ന സമയത്ത് പ്രേം നസീറിനെ കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ ഉള്ള കുറേ സിനിമകൾ ഇതിങ്ങനെ ഒരു വല്ലാത്തൊരു ജം പോലെ മാറ്റി നിൽക്കുന്ന പടങ്ങൾ. അങ്ങനെ ഒരു പടം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേം നസീറിനെ കാണില്ലല്ലോ മലയാളികളെന്ന് അത് കാണുമ്പോൾ എപ്പോഴും ആലോചിക്കും. അതൊക്കെ ഒരു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഒക്കെ? അത് എനിക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്, അല്ലാതെ ഞാനിതിനെ മഹത്തരമായിട്ട് പറയുകയല്ല. നസീർ സാറിൻ്റെ സ്ഥിരം ഞാനും ഒരുപാട് സിനിമ കണ്ടു. അതൊന്നും വേണ്ട എനിക്ക്. നസീർ സാറിന് ഇങ്ങനെ മതി. ആദ്യത്തെ ഒരു 2 ദിവസം കൊണ്ട് സാറിനെ എൻ്റെ രീതിയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. പിന്നെ സാറിന് ഇഷ്ടമായി. അതുപോലെ ലക്ഷ്മിയുടെ തന്നെ, ടു ബി വെരി ഫ്രാങ്ക് വിത്ത് കാര്യനിസാരത്തിൽ ഫാന്റാസ്റ്റിക് പെർഫോമൻസാണ്. അതിനകത്ത് നമുക്കൊരു അവാർഡ് പോലും കിട്ടില്ല എന്നുള്ള ദുഃഖം എനിക്കുണ്ട്. ഇതിലുകൊണ്ട് എനിക്ക് ആനിക്ക് അവാർഡ് കൊടുക്കാത്തതിലും വിഷമമുണ്ട്. കാരണം മറ്റു പല അവാർഡ് കൊടുക്കുന്ന ചിത്രം കണ്ടു കഴിഞ്ഞപ്പം ഒരു നീതിയല്ല ചെയ്തതെന്ന് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. ലക്ഷ്മിയോട് ചുടിച്ച് നിൽക്കുന്ന ആ ഒരു മരുമകനുണ്ട്, തലയിൽ മറ്റേ കെട്ടൊക്കെ കെട്ടിയിട്ട്, അന്നത്തെ ബാലചന്ദ്ര മേനോൻ കെട്ട്, പിന്നെ അത് തൊപ്പിയായി മാറി അല്ലേ? അങ്ങനെ പത്രക്കാർ അങ്ങനല്ലേ ചെയ്ത്, തലയെക്കെട്ടഴിച്ചു തൊപ്പി ഇട്ടു എന്നാണ്. പിന്നെ തൊപ്പി ഇട്ടു എന്നർത്ഥം എന്താണ്? തലക്കെട്ട് എല്ലാവരും കേട്ടതാണെങ്കിലും അന്നത്തെ തലക്കെട്ട് അഴിച്ചു എന്നല്ല പറയുന്നത്. തലയെക്കെട്ടഴിച്ചു, തൊപ്പി വെച്ചെന്നല്ല, തൊപ്പി ഇട്ടു. പിന്നെ 1-2 പടങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞുകൊണ്ട്, കാരണം നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അതൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയാൻ. കണ്ടതും കേട്ടതും ഇപ്പം ഒരുപാട് സിനിമകൾ റീമേക്ക് ചെയ്യുന്നുണ്ട്. കണ്ടതും കേട്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ റീമേക്ക് ചെയ്ത ഗംഭീരമായിട്ട് ഓടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു ഒരു പ്രത്യേക ഒരു പടം, വേറൊരു അതിൻ്റെ ത്രെഡ് എവിടെ നിന്ന് വന്നു? അല്ല, അവരുടെ ആ റീഡിങ് കുറെ കണ്ടതും കേട്ടതും എൻ്റെ തന്നെ പ്രൊഡക്ഷനായിരുന്നു, ഡിസ്ട്രിബ്യൂഷനായിരുന്നു. തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയില്ല. പക്ഷേ ടെലിവിഷനിൽ വന്നപ്പോൾ ആ പടം ഭയങ്കര ആൾക്കാർ പ്രിയപ്പെട്ടതായി. അതിൻ്റെ കാരണം എനിക്ക് ഇപ്പോഴും അറിഞ്ഞോളൂ. അതിനൊന്നു ജാതകവശാലുള്ള അതൊരു കാലത്തെ അതിജീവിക്കുന്ന ഒരു പടം പോലത്തെ എല്ലാം ഇഷ്ടം. ഉഷയുടെ ആദ്യത്തെ ഫിലിമാണ്. അതെ 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 അതെ. ഏതെങ്കിലും ഒരു സ്വന്തം സിനിമ റീമേക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് അതേപോലെ? ഈ 50 വർഷക്കാലത്തെ സിനിമാ ജീവിതത്തിൽ ഒരൊറ്റ സിനിമ പോലും റീമേക്ക് ചെയ്യാതെയാണ് ഞാൻ അവിടെ എത്തിയത്. നമ്മൾ കണ്ടതും കേട്ടതുമാണ് പറഞ്ഞത്. ഇപ്പം കണ്ടതും കേട്ടതിൻ്റെ ത്രെഡ് എവിടെ നിന്ന് കിട്ടിയെന്ന് ആലോചിക്കുക. അതിപ്പോൾ അല്ലല്ല, പെട്ടെന്ന് അവിടെ ചുരുക്കി പറഞ്ഞാൽ അത് എൻ്റെ മദ്രാസിലെ എൻ്റെ കോടമ്പാക്കം ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണത്. ആ റൂമിൽ താമസിക്കുന്നതും ആ തിലകൻ്റെ കഥാപാത്രവും അങ്ങനെ എവിടെന്നെങ്കിലും. അല്ല, അത് ഞാൻ പത്രക്കാരനായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എൻ്റെ പത്രപ്രവർത്തനം ചെയ്ത് നോക്കിയാൽ മതി. അത് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാകുന്നു, ഇല്ലായിരിക്കത്തില്ലോ. ഇനിയിപ്പം ഇപ്പോഴത്തെ കാലത്തെ സിനിമകളുടെ കാര്യം പറയുമ്പം ഇപ്പോഴത്തെ പുറത്തിറങ്ങുന്ന സിനിമകൾ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇതിലൊരു മലയാള സിനിമ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഈ പഴയ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മിക്ക മുതിർന്ന സിനിമാ പ്രവർത്തകരെയും കാണുമ്പോൾ പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വലിയ സിനിമകൾ വാഷ് ഔട്ട് ചെയ്തു പോകുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനടക്കം യങ് സ്റ്റാർസിൻ്റെയൊക്കെ വന്ന് വലിയ ബ്ലോക്ക് ബസ്റ്റർ ആകുന്നു. താങ്കൾക്കടക്കം പിടി കിട്ടുന്നുണ്ടോ മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സെന്താണ്? ഞാൻ പ്രേക്ഷകരുടെ മനസ്സ് നല്ലപോലെ മനസ്സിലാക്കിയ ആളുകൊണ്ടാണല്ലോ 50, 75, 100 ദിവസങ്ങളിൽ അവിടെ ഓടിച്ചത്. ഞാൻ പ്രേക്ഷകരെ കുറ്റപ്പെടുത്തുക. അതിൽ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ പുതിയ വാക്കുണ്ട് ജെൻസി എന്താ. അപ്പോൾ അതിൽപ്പെടുന്ന ആളല്ലേ. അതെ. അപ്പോൾ അതുകൊണ്ട് അത് ജനങ്ങൾക്ക് പ്രിയങ്കരമായ സിനിമയല്ലാതെ ഒരു കാരണവശാലും വിജയിക്കത്തില്ല. അപ്പോൾ ജനങ്ങളുടെ പ്രിയങ്കരം എന്താണെന്നുള്ളത് ഒരു ഫോർമുലയാണ്. അത് നമ്മുടെ മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ ഫോർമുലയാണ്. അത് വിജയിക്കുന്നതിനും വിജയിക്കാതിരിക്കുന്നതിനും കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, വിറ്റ വില മൈനസ് വാങ്ങിയ വില സമം ലാഭം. അത് മനസ്സിലാക്കി സിനിമ എടുക്കണം. എനിക്കതേ പറയാൻ പറ്റും. ഈ പുതിയ സിനിമകൾക്ക് ഗുണനിലവാരമില്ല എന്ന് പറയുന്ന ഒരുപാട് പഴയ സിനിമാ പ്രവർത്തകരുണ്ട്. അതിനകത്ത് ബാലചന്ദ്ര മേനോൻ ഇല്ല. ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാം. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ശീലമൊന്നും ഇപ്പോൾ തൽക്കാലം എനിക്ക് വലുതായിട്ടില്ല. പക്ഷേ ഞാൻ ഓഫ്കോഴ്സ് OTT കാണുന്നുണ്ട്. ഞാൻ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള, അതായത് എനിക്ക് ശേഷം വന്നിട്ടുള്ള ആൾക്കാരുടെ സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ കണ്ടന്റിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ഞാൻ തറപ്പിച്ച് പറയാം, എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അതിലെ പുതിയ ആൾക്കാരുടെ പ്രകടനം. അത് നായകനോ നായികയാകട്ടെ, അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, അമ്മൂമ്മയാകട്ടെ, പുതിയ ആൾക്കാർ. അതായത് ശരിക്കും പറഞ്ഞാൽ കുറേ ദശാബ്ദങ്ങളോളം നമുക്ക് ഒരു അമ്മയെ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളത് കവിയൂർ പൊന്നമ്മയാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കവിയൂർ പൊന്നമ്മമാരുണ്ട്. അവരെല്ലാം വളരെ അനായാസമായിട്ട് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നു. പക്ഷേ നമ്മൾ ഇപ്പം ബാലചന്ദ്ര മേനോൻ്റെ കുടുംബ സിനിമകളിലുണ്ടായിരുന്ന പല, അതായത് നമ്മുടെ സാധാരണ കുടുംബങ്ങളിലുണ്ടാകുന്ന കഥാപാത്രങ്ങളുണ്ട്. ചിറ്റമാർ, അമ്മാവന്മാർ, അമ്മായിമാർ, അപ്പുറത്തുള്ള അയലൊക്കെ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ പക്ഷെ ഇപ്പം സിനിമയിലില്ല. ഇപ്പം ആവശ്യമില്ല. ഇപ്പം നായകൻ ജോലിക്ക് പോവുകയാണെങ്കിൽ അവനെ ഫോക്കസ് ചെയ്യും. അവൻ പുറത്തിറങ്ങുന്നത് അമ്മേ അകത്ത് ശബ്ദം, എന്താ മോനെ ഞാൻ പോയിട്ട് വരാം, ശരി മോനെ. അച്ഛാ എന്താ മോനെ ഞാൻ പോയിട്ട് വരാം, ശരി മോനെ. അച്ഛൻ്റെ ശബ്ദമേ ഉള്ളൂ. രണ്ടുപേരും കാശും കൊടുക്കേണ്ട ആ അമ്മ അച്ഛൻ കഥാപാത്രങ്ങൾ ഇപ്പോൾ വേണ്ട. കഥാഗതിക്കനുസരിച്ച് ഞാനിപ്പോഴൊരു സിനിമ എടുത്ത അമ്മ അച്ഛനെ വേണം, എനിക്ക് അമ്മ അച്ഛനെ ഒഴിവാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക്, പക്ഷേ ഈ കാര്യം എന്തായത് ദ വേ ദേ ആർ പെർഫോമിങ് ബിഫോർ ദ ക്യാമറ, അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവൻ രാവിലെ എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഈ മൊബൈൽ വെച്ചിട്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൊബൈൽ 5 ആംഗിൾ നോക്കുമ്പോൾ അവൻ്റെ അറിയാം മുഖത്തിന് ഏത് ഭംഗിയുണ്ട്, ചിരിച്ച് നന്നായിരിക്കുമോ,
തലയിൽ മുടിയുള്ള ഭാഗം ഏതാ, മുടിയില്ലാത്ത ഭാഗം ഏതാ, അത് അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറാൻ പഠിച്ചു. അത് വലിയ പ്ലസ്സാണ്. ഐ റിയലി കൺഗ്രാജുലേറ്റ് ഓൾ ദ ന്യൂ കമേഴ്സ് അറ്റ് ദ മൊമെൻറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളൊരു 3 തവണ മേളിൽ ഞാൻ സാറിൻ്റെ അഭിമുഖം എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്ക് ചോദിക്കാതെ വിട്ടൊരു കാര്യം ചോദിക്കണം എപ്പോഴും വിചാരിക്കുന്നത്, ജെൻഡർ പൊളിറ്റിക്സിൻ്റെ കാലമാണ്. അതിപ്പോൾ കാര്യനിസ്സാരാണെങ്കിലും കുറുപ്പിൻ്റെ കണക്ക് പുസ്തകമാണെങ്കിലും ഒക്കെ എപ്പോഴും നായകന്മാർ ഭയങ്കര ഈഗോ ഉള്ള നായകന്മാരായിരിക്കും. അതായത് ഈ നായികന്മാർക്ക് ഇങ്ങനെ സറണ്ടർ ആകേണ്ട വരുന്ന ഒരു സ്ഥിരം കാഴ്ചയുണ്ട് സ്ഥിരമായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര കരിയർ സ്വപ്നമോ ഒന്നും. ഇപ്പം എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിലും ഏതെങ്കിലും ഒരു പുരുഷനെ ഒന്ന് ചാരി നിന്നേ പറ്റുള്ളൂ എന്നൊരു ക്ലൈമാക്സ് ബാലചന്ദ്ര മേനോൻ സിനിമകളിൽ എപ്പോഴും കാണും. അതെന്തായിരിക്കും? അത് വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഒരു അപവാദമാണ്. അതായത് കുറേ ബുദ്ധികളെ കുറേ ആൾക്കാർ മാറി നിന്ന് അതിനാണും പെണ്ണും കണ്ട് പറഞ്ഞു MCP എന്ന് മെയിൽ ചൊവനിസ്റ്റ് പിഗ് എന്നൊക്കെയാണ് വാക്ക്. അതൊന്നും ശരിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താ പറയണ്ടേ? സിനിമയുടെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അവസാനത്തെ വാക്കായിരുന്നു പ്രേം നസീർ. വീരശൂര പരാക്രമിയായ പ്രേം നസീറിനെ ലക്ഷ്മിയമ്മയുടെ എത്ര തവണയാണ് ചാടിക്കുന്നത്. അയാളുടെ ബാക്കിൽ ബെഞ്ചിനിട്ട് ഇങ്ങനെ എന്ന് പറയുന്നത് ഞാൻ അഴിച്ചു വിട്ടില്ല ലക്ഷ്മി മാഡത്തിന് അഭിനയിക്കാനായിട്ട്. പക്ഷേ ക്ലൈമാക്സ് എത്തുമ്പം അത് നോക്കരുത്. കഥയുടെ ഗതിയിൽ വരുന്ന സ്വാഭാവികമായ പരിണാമമാണിത്. പക്ഷേ അവർക്ക് എല്ലാം രണ്ടുപേർക്കും ആ തട്ടകത്തിൽ ഞാൻ പൂന്ത് വിളയാടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മിയമ്മ നോക്കിയാൽ നസീർ സാർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റത് ചില പടങ്ങളിൽ ഞാൻ അട്ടായി റോൾ ചെയ്തപ്പം എന്നാൽ ഇയാളെ ഈ ലേബലെല്ലാം ഇടാം. അങ്ങനെ എന്തെല്ലാം ലേബൽ കഴിഞ്ഞാൽ പോയിട്ടിരിക്കുന്നത് നമ്മൾ. അങ്ങനെ എടുത്താൽ മതി. അതോടൊപ്പം തന്നെ വിവാഹത്തെക്കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ചും ബാലചന്ദ്ര മേനോൻ ഫിലോസഫിയാണ് മലയാള സിനിമയിലുള്ളത് എന്ന് പറയും. വിവാഹിത രീതിയിൽ ഇതിലാണെങ്കിൽ അതായത് ഒരു ഭാര്യയ്ക്കും ആഗ്രഹിച്ച ഭർത്താവിനെ കിട്ടില്ല, ഭർത്താവിന് ആഗ്രഹിച്ച ഭാര്യയെ കിട്ടില്ല. അങ്ങനെ പിന്നെ കുറുപ്പിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്, നയം വ്യക്തമാക്കുന്നതിലുണ്ട്. അങ്ങനെ വിവാഹത്തെക്കുറിച്ചുള്ളൊരു ഫിലോസഫി മലയാള സിനിമയിൽ പല സിനിമയിലും പല ഭാഗത്തും അങ്ങനെ കൊണ്ടുവന്ന ആളാണ്. അത് പർപ്പസ്ഫുൾ ആയിരുന്നോ? അല്ല, അത് വിവാഹത്തെക്കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ഒരു വിവാഹം എന്ന് പറയുന്നത് ഓരോരുത്തർ ഓരോ രീതി വ്യാഖ്യാനിക്കും. അത് കോൺട്രാക്റ്റാണ് എന്നൊക്കെ പറയും. അതൊന്നുമല്ല. രണ്ട് ചുറ്റുപാടിൽ ജനിച്ചവരും ജീവിച്ചവരും നമ്മൾ അഗ്നിസാക്ഷിയായിട്ട് നിർത്തി കെട്ടി സമൂഹം സന്തോഷമായിട്ട് വയസ്സടിച്ചിട്ട് പോകും. ദേ ആർ ബൗണ്ട് ടു ലിവ് ടുഗദർ. അവിടെ ചില കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ജനിച്ച കുട്ടികൾക്ക് ആരും ഉത്തരവാദിത്തം പറയും. അപ്പം ഞാൻ ചെയ്തൊരു സാമൂഹികമായ സേവനമാണെന്ന് അറിയണം ഈ അഡ്വൈസ് കൊടുത്തു. അതായത് ഫിലോസഫിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഒന്നുമില്ല. സെയിം തിങ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു അമ്മയാണ് സത്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ കുടുംബ ചിത്രങ്ങൾ ഒരു പാറ്റേൺ വന്നിട്ട് അമ്മയാണ് സത്യത്തിൽ എത്തിയപ്പോഴാണ് ഇതൊരു ബാലചന്ദ്ര മേനോൻ സ്ഥിരം ടച്ച് അല്ല എന്ന് തോന്നുന്ന രീതിയിൽ അതൊന്ന് അമ്മയാണ് സത്യം ആൾക്കാർ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്ത് അവിടെ പീപ്പിൾ വാണ്ട് ചേഞ്ച് ചെയ്യുന്നു. ഇതിൽ പറയുന്നത് തന്നെ ഒന്ന് ആവർത്തിച്ച്. ഇപ്പോൾ കാര്യനിസ്സാർ നല്ല സിനിമയാണ്, ശേഷം കാഴ്ച ഒട്ടും മോശമല്ല. പക്ഷേ കാര്യനിസ്സാർ ഇത്ര ഓടിയിട്ട് ശേഷം കാഴ്ച എടുത്തപ്പം കാര്യനിസ്സാരം പോലെ ആയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്ത് നമ്മൾ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഒരു ജംപ് കട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന ഐറ്റം ആ പടത്തിൽ കാണണം, ഇല്ലെങ്കിൽ അവൻ നിരാശനാവും. എനിക്ക് 101% 50 വർഷം പൂർത്തിയാക്കുന്ന ഞാൻ പറയുകയാണ്, എനിക്ക് 100% ബോധ്യമുണ്ട് ഇവിടുത്തെ പ്രേക്ഷകരാണ് എന്നെ അവിടെ എത്തിയത്. എനിക്ക് ഞാൻ പറയുന്നില്ല, ഒരു പ്രത്യേക സമയത്ത് ഭയങ്കരമായ മാധ്യമ വിചാരണയും ഒക്കെ ഉണ്ടായി. എന്നെ ഫിനിഷ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് നീക്കങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നപ്പോഴും ഈ ജനം എൻ്റെ കൂടെ നിന്നു, ഇന്നും നിൽക്കുന്നു. അതിലൊന്ന് പറഞ്ഞു പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് അവരോട് പ്രത്യേകമായ നന്ദി ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ 50-ാം വർഷവും ഞാൻ പറയുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ പ്രേക്ഷകരെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകരെ അത്രയ്ക്കും സ്വീകരിച്ചോ ഇല്ലോ എന്നറിയില്ല. പക്ഷേ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നടൻ്റെ കരിയറിൽ എഴുതി വെക്കുന്ന ഒരു ഗോൾഡൻ കളറിൽ എഴുതി വെച്ചിരിക്കുന്ന സമാന്തരങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിനിമ, അച്ഛൻ റെയിൽവേ സ്റ്റേഷൻ മാനേജർ. അപ്പം അതുകൊണ്ടാണ് ഒരു റെയിൽവേക്ക് ഭയങ്കര സ്വാധീനമുള്ള ഒരു സിനിമ വന്നത്. ഇല്ല, ഞാൻ നല്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെയും പിന്നെ സ്വിമ്മിങ് കോച്ചിൻ്റെയും എടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഇല്ലോ അല്ലേ? അതല്ല. പക്ഷേ അഫ്കോഴ്സ് ഞാൻ റെയിൽവേയുടെ ചോറുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതിൻ്റെ ഒരു വിധേയത്വം എനിക്കുണ്ട്. അതിനോട് ഞാൻ കൂടുതൽ മമത കാണിക്കാറുണ്ട്. ശരിയാണ്. അല്ലാതെ അച്ഛനോടുള്ള ഒരു അത് മാത്രമല്ല, അതിലെ സെൻട്രൽ കഥാപാത്രമായ ശേഷമാഷൊന്നും എൻ്റെ അച്ഛൻ്റെ സ്വഭാവക്കാരനല്ല ശരിക്കും പറഞ്ഞാൽ. അത് എൻ്റെ ഭാവനയിലുള്ള ഒരു സൃഷ്ടിയാണ് ഈ ഇസ്മായിൽ. ഒരു വേറൊരു തരത്തിലുള്ള ഒരു അഭിനയം കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ എന്നോടിപ്പം ചോദിക്കുകയാണ്, ബാലചന്ദ്ര മേനോൻ്റെ സിനിമയിൽ അഭിനയിച്ച സിനിമ എനിക്ക് സസ്നേഹമാണ് ഇഷ്ടം. അതായത് മറ്റുള്ള ഇപ്പോൾ ക്ലാസ്മേറ്റ്സിലെ പ്രൊഫസർ അയ്യർ അങ്ങനെ മറ്റ് സംവിധായകരുടെ സിനിമയിൽ വേറൊരു ബാലചന്ദ്ര മേനോൻ. അല്ല, ഐ ആം അറ്റ് ഹോം വിത്ത് ഓൾ ദ ഡയറക്ടേഴ്സ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. ഞാൻ ഇപ്പോൾ 50 വർഷം പൂർത്തിയാകുമ്പോൾ പറയാം. എനിക്ക് ഈ 50 വർഷത്തിനുള്ളിൽ ഞാൻ പുറത്ത് അഭിനയിച്ച സിനിമകളിലെ ഒരു യൂണിറ്റിൽ പോലും എനിക്ക് മനപ്രയാസമുള്ള സിറ്റുവേഷൻ ഇല്ല. ഐ ആം എ പാർട്ട് ഓഫ് ദ യൂണിറ്റ്. എല്ലാവരുമായിട്ട് ഞാൻ സൗഹാർദ്ദത്തിലാണ് ചെയ്തത്. അയ്യോ എനിക്ക് ആ പടത്തിൽ പോയിട്ട് ഇല്ല, ഞാൻ ബിക്കോസ് ഞാൻ സൈൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് ഇതെനിക്ക് ആവശ്യമുള്ളതാണോ, എനിക്ക് പറ്റുമെന്ന് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ സെറ്റിൽ വെറും നടൻ മാത്രമാണ്. ഞാൻ അവിടെ സംവിധായകൻ്റെ ഒരു ഇടപെടൽ നടത്താറില്ല. ഇപ്പം ഞാൻ എടുത്ത ഇതിനോട് പറഞ്ഞേക്കാം, നിങ്ങൾ ആദ്യമായിട്ട് അവരുടെ അടുത്താണ് എന്നെ സംബന്ധിച്ച്. ഇനിയുള്ള സമയത്ത്
എനിക്ക് സംവിധാനത്തിൻ്റെ ഭാരമെടുക്കാൻ തൽക്കാലം താല്പര്യമില്ല. അഭിനയത്തിലേക്ക് എനിക്കുള്ള താല്പര്യം ഇനി വരാൻ പോകുന്ന തലമുറ, വന്നുകൊണ്ടിരിക്കുന്ന തലമുറ, അവർക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അർഹമായ കഥാപാത്രങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ അഭിനയിക്കുക. അല്ലെങ്കിൽ യങ് ഡയറക്ടേഴ്സ് ഉണ്ട്, നല്ല സ്മാർട്ടായിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ്, സ്പെഷ്യലി ക്രാഫ്റ്റിനെ പറ്റിയൊക്കെ ബോധ്യമുള്ളവരുണ്ട്. അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് വന്നാൽ അവർക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതണം. ഇതാണ് എൻ്റെ ഒരു തീരുമാനം. അതായത് സംവിധാനം നിർത്തുകയാണ് ബാലചന്ദ്രൻ മേനോൻ നിർത്തുകയാണെന്നുള്ള വാക്ക് പറയുന്നത്. ഞാനൊരു ന്യൂസിന്റെ സ്റ്റൈലിൽ ഇല്ല, വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ അതാണ് കുഴപ്പം. ഞാൻ സംവിധാനം, എനിക്ക് അങ്ങനെ സംവിധാനം ചെയ്യണം തോന്നിയാൽ, ഒരു സുപ്രഭാതം തോന്നിയാൽ ഞാൻ ഓഫ് ബീറ്റ് സിനിമ ചെയ്യും. എനിക്ക് സ്ട്രെയിൻ തരാത്തത് ആർട്ടിസ്റ്റിന് ഡേറ്റ് വാങ്ങിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഡേറ്റ്, അങ്ങനെ പരിപാടിയാണ്. ഐ വിൽ എൻജോയ് ഇറ്റ് ലൈക്ക് ഒരു പായസം കുടിക്കുന്ന പോലെ എടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പം സിനിമയിൽ നിന്ന് എന്താ അഭിപ്രായം നിങ്ങളുടെ? എൻ്റെ തീരുമാനം ഉറപ്പായിട്ടും അതിൽ എന്താ പറയുക, പരിപൂർണമായിട്ടും ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സിനിമയിൽ നിന്ന് ഞാനൊന്ന് എടുത്തിടുന്നത്, സിനിമ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് രമേശ് പിഷാരടി ആണ് ഇപ്പം പിഷാരടിയിൽ എത്തി നിൽക്കുന്നു, ഇത് മുകേഷ് തൊട്ട് ഇന്നസെൻ്റ് തൊട്ട് അങ്ങനെ നിൽക്കുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ ചെയർമാൻ ആയിരുന്ന ഒരാൾ ഒരിക്കലും ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അത് ഇത് എൻ്റെ പൊന്നെ, എന്നെ എല്ലാം കൂടെ ചോദിക്കരുത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് വരുന്നതിന് മുമ്പ് ഞാൻ പഠിച്ച ഫാത്തിമ കോളേജിലാണ്. അവിടെ യൂണിയൻ ഐസൻ സെക്രട്ടറി ആയിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പോയിട്ട് ഞാൻ ഒരു വർഷം ആർട്ട് സെക്രട്ടറിയായി. 3rd ഇയറിൽ ഞാൻ ജിയോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാൻ ചെയർമാനുമായി. ഞാൻ ചെയർമാനാകുന്നത് ചരിത്രമാണ്. അതൊക്കെ ഇത് ചോദിച്ചാൽ പറയേണ്ടി വരും. അതുവരെ അവിടെ ജയിച്ചിരുന്ന KSU ആയിരുന്നു. 1974 ഞാൻ SFIയുടെ ബാനറിൽ പിന്തുണയോടുകൂടി ഞാൻ മെസ്സേജ് ജയിച്ച ശേഷം അവിടെ KSU ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴോ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സമീപിച്ചിട്ടുണ്ട് എന്നൊരു കഥകളുണ്ടായിരുന്നു. അത് അടുത്ത കഥ, അത് നമുക്ക് അടുത്ത ഇൻ്റർവ്യൂ പറയാം. അത് എനിക്ക് എന്നെ ഒരുപാട് ഒരിക്കലും രാഷ്ട്രീയം ചൂസ് ചെയ്തില്ല. അങ്ങനല്ല സുഹൃത്ത്. അതിപ്പോൾ നമുക്ക് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല. പക്ഷേ തൽക്കാലം ഐ വാസ് ഫുൾ വിത്ത് മൈ വർക്ക്. എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഉടനെ ഡൽഹിക്ക് പോകാനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അത്രയും എനിക്ക് സിദ്ധിയില്ല. കുടുംബം നോക്കണം, അല്ലെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതിനകത്ത്. രാഷ്ട്രീയം എപ്പോൾ വേണം നമുക്ക് വരാമല്ലോ. മേനോൻ സാറിനെ ഞാൻ ആദ്യം കണ്ട് സംസാരിക്കും. എനിക്കൊന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത്, ഇത് ഹൈദരാബാദിൽ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത്, അന്ന് മുരളിച്ചേട്ടൻ പോയ സമയമാണ്. അപ്പം എല്ലാവരും പോവുകയാണ്, കൂടെ നിൽക്കുന്ന എല്ലാവരും പോവുകയാണ്. അതിൻ്റെ ഒരു വല്ലാത്ത ടെൻഷനാണ്. എനിക്കൊന്ന് അങ്ങനെ കുറേ അങ്ങനെയാണ് നമ്മൾ പല പല ഇൻ്റർവ്യൂവിൽ വരുന്നത്. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മോഹൻലാൽ ഈയിടെ പറഞ്ഞ കൂടെ ഉണ്ടായിരുന്ന പലരും ഇല്ല. ഇപ്പം ഞങ്ങൾ കുറച്ച് പേരുള്ള ഒരു സിനിമ കാണും. അങ്ങനെ ഒരു കാലഘട്ടം കൂടിയല്ലേ ഉണ്ടാവുമല്ലോ. സ്വാഭാവികം. ഇപ്പം നമ്മളെ ഇപ്പം ഇത് കമ്പയർ ആണെങ്കിൽ മധുസാറിൻ്റെ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ പഴയ പടങ്ങൾ കാണാൻ നിർത്തി വെച്ചു. കാരണം പടം കാണുമ്പോൾ അദ്ദേഹത്തിനോട് അഭിനയിച്ച ആരുമില്ല ഇപ്പം. അത് ഡിസ്റ്റർബിംഗ് ആണ്. ഇപ്പം ഞാൻ തന്നെ അഭിനയിച്ച പല പടങ്ങളിലും ഞാൻ 5 പേര് നിൽക്കുകയാണെങ്കിൽ അതിൽ പലരും ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ സുഖകര കാര്യമല്ലത്. പക്ഷേ എനിവേ ടുമാറോ യു ഹാവ് ടു ഫേസ് ഇറ്റ് എന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. നമുക്ക് യു ക്യാൻ നോട്ട് അവോയ്ഡ് ഇറ്റ് അല്ലേ എന്തായാലും. അതെടുക്കുകയെങ്കിൽ നമ്മൾ സെൻറ്റിമെൻ്റലാണ് ആൾക്കാർ. അപ്പം നമുക്ക് തോന്നും, ഒത്തിരി പേരൊക്കെ പോയല്ലോ, എന്തൊരു വിഷമം നമുക്ക് ഉണ്ടാവും. സിനിമയിൽ വളരെ ബോൾഡായിട്ട് പറയുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞു, ഒരു കാലഘട്ടം വന്നു, അപ്പം പ്രേക്ഷകർ മാത്രമാണ് നിന്നത്. അതായത് അതൊരു വല്ലാത്ത ഹേമ കമ്മിറ്റിക്ക് ശേഷമുള്ള അങ്ങനെ ഒരു വല്ലാത്തൊരു ആരോപണങ്ങൾ വരുമ്പോൾ കേൾക്കുന്ന ആൾക്കാരും ഞെട്ടുന്ന പോലെ എന്താണ് സംഭവിക്കുക നോക്കുമ്പോൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യും. ഞാൻ അതൊരു ഭയങ്കര ഇത് നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. ഇപ്പോൾ ന്യൂസ് ചാനലുകളും എന്താണ് ബാലചന്ദ്രൻ മേനോൻ ചെയ്യുക ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ. അങ്ങനെ ഒരു എനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ കോടതി നിശ്ചയിച്ചല്ലോ, ദർ ഇസ് നോ എവിഡൻസ്, എഴുതി തള്ളിയില്ലേ. എൻ്റെ പ്രേക്ഷകർക്ക് തന്നെ അറിയാം. പിന്നെ അതൊക്കെ ഇട്ട് വിരളാനാണെങ്കിൽ വിരളാനേ നേരമുള്ളൂ. മടിയിൽ കനമുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ പറഞ്ഞ് വില പോയി എങ്കിലും മടിയിൽ കനവില്ല, നമ്മൾ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എടുത്ത ആ ഒരു ബോൾഡ് നിലപാടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ കുറച്ചുകൂടെ പറയുന്നതിലേക്ക് ഒക്കെ ബാലചന്ദ്രൻ മേനോന് ഇനി സമയമുണ്ട് അല്ലേ? അത് അടച്ചു വെച്ചിട്ടില്ല ആ ഡോർ. ഒരു കാരണവശാലും അടച്ചു വെച്ചിട്ടില്ല. ഇപ്പം രാഷ്ട്രീയം അതിലങ്ങോട്ട് പ്രവേശിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നില്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ ഒരു ഫീലിംഗ് കൂടെ പറഞ്ഞു കേട്ടെ. ഇവിടെ നമ്മൾ ഓണത്തിനാണല്ലോ ആരംഭിച്ചത്. മാവേലി വാണിയിടുംകാലം മാലോര എല്ലാവരും ഒന്നുപോലെ എന്നൊക്കെയാണ് പറയുന്നത്. എന്താ പറയണ്ടേ, അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ നമ്മളെ മോഹിപ്പിച്ചാണ് ഈ ഭൂമിയിലേക്ക് വളർത്തിയെടുത്തത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയക്കാരനായി ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ പറ്റി പറയല്ല, അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. അതൊന്നും കൊണ്ടല്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. മനുഷ്യജീവന് പോലും അർഹിക്കുന്ന വില നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നില്ല. ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഡ്രൈവറാണ്. എനിക്ക് ഡ്രൈവറില്ല. ഞാൻ വണ്ടി ഓടിക്കുമ്പോഴാണ് ലോകം കാണുന്നത്. ഒരു പ്രദർശനശാല പോലാണ് ഞാൻ ഓടിക്കുമ്പോഴേ കാണുന്നത്. എൻ്റെ പൊന്നെ, രാവിലെ പത്രം എടുത്താൽ ടി വി തുറന്നാൽ എത്ര പേരാണ് റോഡിൽ മരിക്കുന്നത്, എത്ര പേരാണ് മരിക്കുന്നത്. ആ റോഡിൽ മരിക്കുന്ന രസം വെച്ചാൽ അത് വാർത്ത വായിക്കുന്നവരും കൂടെ പറയാം ഞാൻ, നിങ്ങൾ അവിടെ പറയുക, ആര് മരിച്ചാലും അവിടെ നിന്നൊരു വണ്ടി വന്ന് ഇവിടെ നിന്ന് ഇടിച്ചു, എന്താണ് ഇടിച്ച് ആൾ മരിക്കുകയാണെങ്കിൽ ഒരു നല്ല വാക്ക്, യുവാവിന് ദാരുണാന്ത്യം. രക്ഷപ്പെട്ടാൽ തലനാരടിക്ക് രക്ഷപ്പെട്ടു. ഇത് തലനാരുടെയും
പിന്നെ ഈ പറഞ്ഞ മറ്റേ സംഘം ദാരുണം കിട്ടും മതിയായിരിക്കും. 16 വയസ്സ് 25 വയസ്സുള്ള എന്തെല്ലാം ഭർത്താവിൻ്റെ പറയെ ഭാര്യ ഇരുന്ന് പോകുന്നു, സ്കൂട്ടർ പറയുന്നു, ഭാര്യ അത് വ്യക്തമായി പറയും കേട്ടോ, ഭാര്യ ലോറി കടിപ്പിൽ തല അതിൽ കൂടെ കയറി. ഇത് വായിച്ചുകൊണ്ട് എന്തൊരു കഷ്ടമാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഓരോ ഗട്ടർ കാണുമ്പോൾ ഞാൻ പറയും, ദൈവമേ ഈ ഗട്ടർ ഒരുത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് ആ റോഡുകൾ വൃത്തിയായിക്കൂടാ? ഒന്ന്, വണ്ടികളുടെ ബാഹുല്യം നിസ്സാരമാണോ? വണ്ടികൾക്കൊരു നിയന്ത്രണം വേണ്ടേ? നിങ്ങൾ ചുമ്മാ ഒന്ന് പോകണം, റോഡ് സൈഡിൽ മുഴുവൻ പാർക്കിംഗ് ലോട്ടായി മാറിയിരിക്കുക. ഇപ്പം വണ്ടി ഓടിച്ചു പോകാൻ പറ്റുക, ഓഫീസ് അവറിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളെ അവിടെ പറയാൻ കാരണം അതിനൊരു നിയന്ത്രണം വേണം. കാരണം മനുഷ്യ ജീവനെ നിങ്ങൾ മാനിക്കണം. ഇതതില്ല ഇവിടെ. അത് വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതിപ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന ഓണത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പം ഞാനിത് എടുക്കുന്നത് പ്രേക്ഷകർ കേൾക്കുമ്പോൾ. നമുക്ക് ഇപ്പം ഇത് പറഞ്ഞ് നമ്മുടെ ഈ ചാറ്റ് അവസാനിപ്പിക്കുമ്പോൾ ബിഗ് TV പ്രേക്ഷകർക്ക് ബാലചന്ദ്രമേനോൻ ഒരു സന്ദേശം വേണം. പക്ഷേ ഞാൻ സന്ദേശം ചോദിക്കുമ്പോഴേ എൻ്റെ ഒരു സെൽഫിഷ്നെസ്സും കൂടെ എടുത്ത് ചോദിക്കും. അതായത് ഈ ഒരു സിനിമയിൽ നായകരും നായികയൊക്കെ ഒരുമിച്ച് യഥാർത്ഥത്തിൽ പാട്ട് പാടുന്നതൊക്കെ പൈങ്കിളി കഥയിലാണ് കണ്ടിരിക്കുന്നത്. ആന കൊടുത്താലും കിളി എന്തെങ്കിലും ഒരു ഓണത്തിൻ്റെ ഒരു 2 വരിയും കൊടുത്ത് പാടിയിട്ട്. ഇത് എല്ലാവരും നിങ്ങൾ പറയുന്നതാണ്. പറഞ്ഞുകൊണ്ടല്ലേ ഞാനൊരു മൂഡിൻ്റെ ആളാണ് ഞാൻ. ഞാൻ പാടുമെന്നുള്ളത് നിങ്ങൾക്കറിയാം, പാടുന്നത് ഞാൻ അറിഞ്ഞു പാടുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് 2 വരി അല്ല അതിപ്പോൾ ഒന്ന് പാടിക്കുക. ആന കൊടുത്താലും കിളി, ആന കൊടുത്താലും കിളി, അത് മതി. ഒരു ജസ്റ്റ് ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ, ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ. അപ്പോൾ അത് ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് ആ പാട്ട് എഴുതിയ ബിച്ചു തിരുമലയെ ഓർക്കണം, അതിന് സംഗീതം കൊടുത്ത A. ട്യൂമറിനെ ഓർക്കണം, പിന്നീട് എന്നോടൊപ്പം പാടി അഭിനയിച്ച രോഹിണിയെ ഓർക്കണം, പാട്ടിൽ പാടിയ ശ്രീവിദ്യാമ്മയെ ഓർക്കണം. അത് അവർക്കുള്ള അർപ്പണം കൂടെ ഞാൻ പറയും. അപ്പോൾ നമുക്കൊരു ഓണം സന്ദേശം. എനിക്ക് പറയാനുള്ളത് സന്ദേശമായിട്ടൊന്നുമല്ല, എൻ്റെ ഒരു മൈ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പീപ്പിൾ. ഞാനിവിടെ നിന്നിരിക്കുന്ന ഈ സീറ്റ് എനിക്ക് നൽകിയതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ പറയുന്ന ആവർത്തമാണ്, ക്ഷമിക്കുക, ഇവിടുത്തെ മലയാളി പ്രേക്ഷകർ തന്നെയാണ്. അഭിമാനപൂർവ്വം ഞാനിപ്പോൾ പറയാം, ഒരു ദിവസം ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഞാൻ പോയാൽ 1 or 2 കുടുംബങ്ങൾ വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് അപർണ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ സിനിമ ഈ സിനിമ, ഞാൻ പറയും ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, ഇല്ല അത് പോകത്തില്ല സാർ മനസ്സിൽ നിന്ന്. ചിലർ വന്ന് പറയും, കാരണം ഓട്ടോഗ്രാഫ് വാങ്ങിക്കുമ്പം സാർ വലിയ സന്തോഷമുള്ള ദിവസമായത് എന്ത് പറ്റി, എൻ്റെ അമ്മയ്ക്ക് സാറിന് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ, അമ്മ ഇപ്പം എങ്ങനെയുണ്ട്, അമ്മ മരിച്ചിട്ട് 5 വർഷമായി സാർ. അങ്ങനെ പറഞ്ഞ അച്ഛന്മാർ, ഞാൻ ആലോചിക്കും എന്നെ കാണാതെ പോയ എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ, അവരുടെയൊക്കെ അനുഗ്രഹം, ജീവിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ 50-ാം വർഷവും ഞാൻ സിനിമയിൽ നിൽക്കുന്നത്. സിനിമയിൽ നിന്നൊന്നും നേരത്തെ അപർണ വെറുതെ എന്നെ ഒന്ന് കുത്തി നോക്കി, സിനിമയിൽ നിന്നൊന്നും ഞാൻ റിട്ടയർ ആവത്തില്ല, മനസ്സുകൊണ്ട് സജീവമാണ്. നേരത്തെ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തും. സിനിമയ്ക്ക് കൈ കൊടുത്ത് തന്നെ ഇനിയുള്ള ശിഷ്ടകാലവും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകണം. ഇതുവരെ തന്ന എല്ലാ സഹായത്തിനും ഞാൻ അങ്ങേയറ്റം ഹൃദയത്തിൻ്റെ പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് എല്ലാ കാലവും ബാലചന്ദ്രമേനോൻ ഒരു ഭാഗമാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് ചരിത്രവുമില്ല, നൊസ്റ്റാൾജിയുമില്ല. തിരുവോണ ആശംസകൾ. താങ്ക് യു വെരി മച്ച്.